ഇന്ന് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ജയന്റ് ഗോരാമിക്ക് നമ്മൾ ചെടികൾ ഫീഡ് ചെയ്യുന്ന ദിവസമാണ്. ഇതിനെ ചിക്കൻ ഫീഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. ചിക്കൻ അല്ലെങ്കിൽ നോൺ വെജ് ഫുഡുകളൊക്കെ ഇവർ നല്ല ആർത്തിയോട് കൂടിയാണ് കഴിക്കുന്നത്. അത്രയും ആർത്തിയൊന്നും ഇവർ ഈ വെജിറ്റേറിയൻ ഫുഡിനോട് കാണിക്കാറില്ല. കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് സമയം എടുത്താണ് അവർ ഈ ചെടികൾ കഴിച്ച് തീർക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾ എടുക്കും ഫുള്ളായിട്ട് കഴിച്ച് തീർക്കാനായിട്ട്. ഒരു മുക്കാൽ ഭാഗമൊക്കെ തീർച്ചയായിട്ടും തീരും. അത് കഴിഞ്ഞ് പിന്നെ ഒരൊറ്റ ദിവസം കൊണ്ടൊക്കെ ഫുള്ളായിട്ട് കഴിച്ച് തീർക്കാറുണ്ട്. കുറച്ച് അധിക അളവിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചൊക്കെയാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ തിന്ന് തീർക്കും. എന്തായാലും നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ആൾ ജസ്റ്റ് കടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? പക്ഷേ ആൾ പുറത്തേക്ക് തന്നെ ഇട്ടു. അപ്പോൾ എന്തായാലും ലൈവായിട്ട് കഴിക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ഇതാണ് ഒരു ദിവസത്തിൽ നമ്മൾ ഇത്ര എണ്ണം ഇട്ട് കൊടുക്കുക എന്നുള്ളത്. കണ്ടില്ലേ? അത് കഴിച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു പീസ്. ഇനി ഇട്ട് കൊടുക്കുന്നതൊക്കെ പതുക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് മണിക്കൂറുകളൊക്കെ എടുത്തായിരിക്കും അത് ഫിനിഷ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ 1 ഡേ ഒക്കെ എടുക്കാൻ സാധ്യതയില്ല. കുറച്ച് തിന്ന് പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ കഴിക്കുന്നത്. പക്ഷേ ഫുള്ളായിട്ട് തന്നെ ഇത് കഴിച്ച് തീർക്കാറുണ്ട്. ഒന്നും വേസ്റ്റായിട്ട് ഇതിനകത്ത് വരാറില്ല. സാധാരണ ഞാൻ വലയൊന്നും നീക്കാറില്ല. ജസ്റ്റ് വല പൊക്കി സൈഡിൽ കൂടെ ഇട്ട് കൊടുത്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഇടയ്ക്ക് വന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കും ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഫുള്ളായിട്ട് തന്നെ ഇവർ കഴിച്ച് തീർക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചിക്കൻ ഫീഡ് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നമ്മൾ ഈ വരുന്ന ബുധനാഴ്ച നമ്മൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഒരു ഇലവർഗ്ഗങ്ങൾ ഫീഡ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ് നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ബുധനാഴ്ചയാണ് ഇതുപോലെ ചെടികൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആ കപ്പിൽ കൊണ്ടുവന്ന ചെടികളിലെ പകുതി ഭാഗമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ടാങ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഞാൻ പുറത്തുള്ള നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ എടുക്കുന്ന ടാങ്കിൽ ഒരു ബ്ലാക്ക് ജയന്റ് ഗോരാമി ഏകദേശം ഇതേ സൈസിലുള്ള തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടാങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ലൈവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒന്നുകിൽ വൈകിട്ട്, രാവിലെയാണ് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് വന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ വൈകിട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ അത് ഫുള്ളായിട്ട് കഴിച്ച് തീർത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടില്ല, ആദ്യത്തെ ഒരു പീസ് കഴിച്ചു, പിന്നെ കഴിച്ചില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറൊന്നുമില്ല, അത് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വന്ന് കഴിച്ചിട്ട് പൊക്കോളും. എന്തായാലും തീർച്ചയായിട്ടും അത് ഫുള്ളായിട്ട് ഇത് കഴിച്ച് തീർക്കും. അത് 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നമ്മളിത് കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലയൊന്നും നെറ്റൊന്നും നമ്മൾ ഓപ്പൺ ചെയ്യാറില്ല. അപ്പോൾ ഇത് ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. നമ്മൾ സൈഡിൽ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇന്ന് മോർണിംഗിൽ നമ്മൾ ഇതിനകത്ത് എയറേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അധികം നേരമൊന്നും കൊടുക്കില്ല, ഒരു 3-4 മണിക്കൂറൊക്കെ എയറേഷൻ കൊടുത്ത് അതിനുശേഷം നമ്മൾ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. പിന്നെ ഈ ടാങ്കിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഒരു എയറേറ്റർ ആ ഒരു ചുമരിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ കുറച്ച് ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. നമ്മളത് ഈ ഒരു പുറമേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഈ മഴക്കാലത്തെ ഈർപ്പവും അതുപോലെ തന്നെ ഈ ചൂടും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് വീക്കായിട്ട് അതിനകത്ത് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് അതിനകത്ത് എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എയറേറ്ററിൻ്റെ ഉള്ളിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാവുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്താണ് ആ ഒരു എയറേറ്ററിന് സംഭവിച്ചതെന്നുള്ളത് ഞാൻ ജസ്റ്റ് അഴിച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ അതുപോലെ പുതിയൊരു എയറേറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എയറേറ്ററിന് കംപ്ലയിൻറ്റ് വരാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാലം ലാസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.